يا حضرة سيدنا مصطفى محمد صلى الله عليه وسلم، يا حضرات ساداتنا ومشايخنا واستاذنا واستاذ الاساتذة استاذنا الشهيد علوي كني استاذنا تقي محمد الدارمي القادر المصنف في هذا الكتاب وشراحه وجميع من انتفعنا بعلومهم رضي الله عنهم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. നമ്മൾ പറഞ്ഞു, തൗഹീദിനെ പറ്റി ചോദിക്കപ്പെട്ട ജുനൈദി തങ്ങൾ പറയാണ്, സീല ബഅദുൽ ഉലമ عن التوحيد فقال هو اليقين فقال السائل بين لي ما هو. എന്താണ് യഖീൻ, എന്താണ് തൗഹീദ്? فقال അബു പറഞ്ഞു, മഅരിഫത്തുക അന്ന ഹറകാത്തിൽ ഖൽഖി വസുകൂനഹും, ചലനവും ജനങ്ങളുടെ ചലനവും സൃഷ്ടികളുടെ ചലനവും നിശ്ചലനവും ഫിഇലുല്ലാഹ് അസ്സ വജല്ല വഹദഹു ലാ ശരീക ലഹു, പങ്കുകാരനില്ലാത്ത ഏകനായ അല്ലാഹുവിന്റെ പ്രവർത്തനമാണ്. അത് നീ കരുതി ഉറപ്പിച്ചാൽ അത് തന്നെയാണ് തൗഹീദ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നീ ഉറപ്പിക്കണം, ബിഅന്നല്ലാഹു വാഹിദുൻ ലാ ശരീക ലഹു ദാത്തൻ വലാ സിഫത്തൻ വലാ ഫിഅലൻ. നമ്മൾ നാളെ പറഞ്ഞല്ലോ, തൗഹീദിനെ സംബന്ധിച്ചുകൊണ്ട് മുസ്ലിംമാർ ഏത് കിതാബാന്നൊക്കെ ചോദിക്കുന്നത്. ഫത്ഹുൽ അല്ലാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനകത്ത് ഫത്ഹുൽ നെറ്റ് കിട്ടും, വായിക്കാൻ എടുക്കാൻ കിട്ടും നെറ്റിൽ. അഹ്മദുൽ മർസൂഖി അൽ മാലിക്കി തങ്ങളുടെയാണ് കിതാബ്. അല്ല, ഏത് അഖീദത്തുൽ അവാമിന്റെ ശറഹാണ് ഫത്ഹുൽ അല്ലാം. അഹ്മദുൽ മർസൂഖി തങ്ങളുടേതാണ് അഖീദത്തുൽ അവാം. അത് വേണമെങ്കിൽ നെറ്റിൽ നോക്കിയാൽ കിട്ടും. ഫത്ഹുൽ അല്ലാം ശറഹ് മൻദൂമത്തി അഖീദത്തുൽ അവാം നളുമൻ ലിൽ അല്ലാമത്തി അഹ്മദുൽ മർസൂഖി അൽ മാലിക്കി അൽ മക്കി. അഖൂലു ഹാദാ അഹ്മദുൽ മർസൂഖി എന്നതിന്റെ അവസാനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പകരസ്ഥ അങ്ങനെ പാടിയപ്പോൾ ഞാൻ കേട്ടതാണത്. നല്ല കിതാബാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംഗീകാരം കൊടുത്ത കിതാബാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു അതിനകത്ത്. അളീമു തിൽക അഹ്മദുൽ മർസൂഖി മൻ യന്തമി ലി സാദിഖിൽ മസ്ദൂഖി. അപ്പോൾ ഷറഫ് വളരെ തങ്ങൾ കുട്ടിയും കൂടാണ് അവർ. തങ്ങളാണ്. ഫഹാദിഹി അഖീദത്തും മുഖ്തസറ വലില്ലവാമി സഹലത്തും മുയസ്സറ. അൽഹംദുലില്ലാഹി വസല്ലാ സല്ലമ അലൻ നബിയ്യി ഖൈരി മൻ ഖദ് അല്ലമ എന്നൊക്കെ പറഞ്ഞ അഹ്മദുൽ മർസൂഖി തങ്ങൾക്കുള്ളതാണ്. അവരുടെയാണ് ആ നെതുമിന് ഷറഹ് വേറെയാണ്. നല്ല രസാ പാട്ട് ഇങ്ങനെ പാടാൻ. അപ്പം അതിനകത്തത് പറഞ്ഞ് ഞാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയട്ടെ. സമീഅതു മുഹമ്മദ് ബിൻ അൽ ഹുസൈൻ റഹിമഹുല്ലാഹ് യഖൂൽ സമീഅതു അബ്ദുൽ വാഹിദ് ബിൻ അലി യഖൂൽ സമീഅതു അൽ ഖാസിം ബിൻ അൽ ഖാസിം യഖൂൽ സമീഅതു മുഹമ്മദ് ബിൻ മൂസ അൽ വാസിത്തി യഖൂൽ സമീഅതു മുഹമ്മദ് ബിൻ അൽ ഹുസൈൻ അൽ ജൗഹരി യഖൂൽ വസമീഅതു ദന്നൂൻ അൽ മിസ്രി റളിയല്ലാഹു അൻഹു വഅൻഹും. ഞാൻ ദന്നൂൻ അൽ മിസ്രിയെ കേട്ടു. സമീഅതു ദന്നൂൻ അൽ മിസ്രി വഖദ് ജാ റജുലുൻ, ഒരാള് ദന്നൂൻ മിസ്രി തങ്ങളിലേക്ക് വന്നു. ദന്നൂൻ മിസ്രി തങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ഇതിനകത്ത് തന്നെ നല്ല രീതിയിൽ ചർച്ചകൾ വരുമെന്ന് തോന്നുന്നുണ്ട് ചരിത്രത്തിൽ. ഫഖാല ലഹു, ദന്നൂൻ മിസ്രി തങ്ങളോട് വന്ന ആള് പറഞ്ഞു, ഉദുഉല്ലാഹ ലി, എനിക്കൊന്ന് ദുആ തരി നിങ്ങൾ. ഫഖാല ഇൻ കുന്ത ഖദ് ഉയ്യിത്ത ഫീ ഇൽമിൽ ഗൈബി, അല്ലാഹുവിന്റെ അറിവിൽ നിനക്ക് ശക്തി നൽകപ്പെട്ടവനാണെങ്കിൽ എന്തുകൊണ്ട് ബിസ്ദിഖി തൗഹീദ്, യഥാർത്ഥ തൗഹീദിനെ വാസ്തവമാക്കൽ കൊണ്ട് നിനക്ക് ശക്തി നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫകം മിൻ ദഅവത്തിൻ മുജാബ, എത്രയോ ഉത്തരം കിട്ടപ്പെടുന്ന ദുആകൾ ഉണ്ടാവും.
ഖദ് സുബിഖത്ത് ലക, ആ ദുആകളൊക്കെ നിനക്ക് മുൻകടക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ ദ്വാരക്കണോ എന്ന് വയില്ല. അങ്ങനെ നീ ഒരു തൗഹീദിന്റെ ആളല്ല എങ്കിൽ ഫഇന്നൻ നിദാ ലാ യുൻഖിദുൽ ഉർഖ, വിളിച്ചിട്ടും കൂവിയിട്ടൊന്നും കാര്യമില്ല, വിളി രക്ഷപ്പെടുത്തുകയില്ല. അൽ ഉർഖ, മുങ്ങി നശിക്കുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഖദാ ഖദറുണ്ട്, അങ്ങനെ മുങ്ങിപ്പോയി. ആ മുങ്ങിയാൽ അയാൾ വിളിക്കും, ഒരാളെ വിളിക്കും, അപ്പോൾ അയാൾ രക്ഷപ്പെടുത്തുന്ന ഖദർ ഖദാണ് രക്ഷപ്പെടുത്തും. അതേപോലെ നീ നല്ല തൗഹീദിന്റെ ആളായാലും നമ്മൾ ദ്വാരം നിനക്ക് പ്രതിഫലം വരും, അല്ലെങ്കിൽ പ്രതിഫലം ഒന്നും വരത്തില്ല മോനെ. അല്ല, വെറും ദുആ മാത്രം പോരാ, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഭാഗത്ത് നിന്നുള്ളൊരു തഈദ് നിനക്കുണ്ടാകണം. ആ തഈദ് ഉണ്ടാകൽ, ആ ശക്തിപ്പെടുത്തലുണ്ടാകൽ അല്ലാഹുവിന്റെ ഏകത്വത്തിനെ അംഗീകരിച്ചു കൊടുക്കലുകൊണ്ടാണ് അതുണ്ടാകുന്നത്. എന്നത് പറഞ്ഞിട്ട് ദ്വാരക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ദ്വാരക്ക നമ്മോട് പറഞ്ഞുകൊണ്ട് നമുക്ക് ദ്വാരക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ ഫലം കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ തൗഹീദ് ഇല്ലാതെ ദ്വാരം തട്ടും കാര്യമില്ല എന്ന് ഫഖാല ഫഖാലൽ വാസിത്തി പറഞ്ഞു, ഖദരിയാക്കള് എല്ലാം അല്ലാഹുവിന്റെ ഖദർ കൊണ്ടാണ്, ഇവിടുത്തെ ചാടിയിട്ടും പറയും ഖദർ കൊണ്ടാണ്, ഇഖ്തിയാറില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ദമ്മ് ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് വാസിത്തി ഇമാം. അന റബ്ബുക്കുമുൽ അഅ്ലാ എന്നൊക്കെ അയാൾ വാദിച്ചത് അയാൾ കശ്ഫ് കൊണ്ട് വാദിച്ചാണെന്ന് പറഞ്ഞു. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ തീരുമാനം കൊണ്ടാണെങ്കിൽ പിന്നെ ഇതും എന്നാ ഫിറൗൻ അങ്ങനെ ആവറ്റിക്കോട്ടെ എന്ന് വെച്ചു. അത് അയാൾ കശ്ഫ് കൊണ്ട് വാദിച്ചാണ്. അല്ലാഹുവിന്റെ തീരുമാനം അയാൾ കശ്ഫ് കൊണ്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞാണെന്ന് പറയേണ്ടി വരും നിങ്ങൾ. വദ്ദഅത്തിൽ മുഅ്തസിലത്തുകൾ വാദിച്ചു അലസത്തിരി, മറയുടെ മേൽ. തഖൂല് പറയാണ്, മാ ശിഅ്തു ഫഅൽതു, ഞാൻ ഉദ്ദേശിച്ചതൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെ പറയാൻ നമുക്ക് അധികാരമില്ല. അതായത് മുഅ്തസിലിയാക്കളുടെ വാദം അതാണ്, അവരവരുടെ പ്രവർത്തനം അവരവരുണ്ടാക്കിയെന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെതിരെ അവർ പറഞ്ഞാണ്. മുഅ്തസിലിയാക്കളാണ് അവർ. കാഫിറെന്ന് നമ്മൾ വിധിക്കില്ല, പണ്ഡിതന്മാർ കാഫിറെന്ന് വിധിക്കാത്തത് കൊണ്ട് മുഅ്തസിലിയാക്കളാണ്. സൃഷ്ടികളുടെ പ്രവർത്തനം അവർ തന്നെ പടച്ചു എന്ന് പറയുന്നവരാണ് ആ കൂട്ടത്തിൽ. അങ്ങനെ പറയാനും പാടില്ല എന്ന് മനസ്സിലായില്ലേ? അപ്പൊ എന്തായി? മാ ശിഅ്തു ഫഅൽതു. അപ്പൊ അവർ വാദിച്ചു, റബ്ബിയത്തിനെ വാദിച്ചു. ഫദ്ദഅത്ത് റുബൂബിയ്യത ബിഅഫ്ആലിഹാ വദാലിക മുംതനിഉൻ, അത് എതിരുമാണ്. കാരണം ഫഇന്നഹു ലാ യഫ്അലു മാ യശാഉ ഇല്ലല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കാത്ത ഒന്ന് അവന് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ഖദരിയ്യത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരനുണ്ട്, മജൂസ് ഹാദിഹിൽ ഉമ്മ എന്നാണ് ആരെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞത്. ട്രെയിനിന്റെ മുന്നിലെടുത്തിയായിട്ട് അള്ളാന്റെ ഖദറാണെന്ന് പറയും. ആ റുബൂബിയ്യത്ത് അവർ തന്നെ സത്തറ നിലയിൽ മറച്ചുകൊണ്ടാണ് പറഞ്ഞത്. സത്തറൻ അലസത്തർ ഐ മുത്തസത്തിരീന ഹൈതു അത്ബത്തു ഫിൽ ഫിഇലി ശരീകൻ മഅഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുകൂടെ പ്രവർത്തനത്തിൽ ഒരു കൂട്ടുകാരനെ കൂട്ടി. അതാണ് അവരെ മദ്ഹബ്. അല്ലാഹു അവരെ മദ്ഹബിനെയും അവനെയും നാശപ്പെടുത്തട്ടെ. ഖബ്ബഹഹുമുല്ലാഹ് വദാലിക, അങ്ങനെ ഉണ്ടാകാൻ അത് മുംതനിഉൻ, അത് പാടില്ല. വൈറു ജായിസുൻ അഖ്ലൻ, ഒരു മജൂസ് ഹാദിഹിൽ ഉമ്മ എന്നൊക്കെ അവർ പറയുന്നു. وقال أبو الحسن النوري رحمه الله التوحيد كل خاطر يشير إلى الله, ഖൗല് കൊണ്ടോ ഫിഅല് കൊണ്ടോ അല്ലാഹുവിലേക്ക് ഇശാറത്ത് ചെയ്യുന്ന മനോമുഖരത്തിൽ ഉണ്ടാകുന്നതാണ് തൗഹീദ്. ഇത്തിഖാദാണല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വാവുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത്തിഖാദില്ലെങ്കിൽ പോയില്ലേ. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ബഅദ അൻ ലാ തുസാഹിമഹു ഖവാത്തിറു തശ്ബീഹ്, തശ്ബീഹിന്റെ ഖവാത്തിറുകൾ അങ്ങനെ പോലെയാണ്, ഇതുപോലെയാണ്, അതുപോലെയാണ് എന്നൊന്നും ഒരു തശ്ബീഹ് ഒന്നും പറയാൻ പറ്റില്ല. അതൊന്നും നമ്മുടെ ഖവാത്തിറിൽ ഉണ്ടാകാതെ, അതൊന്നും ദിക്കിക്കടക്കാത്ത രീതിയിൽ അല്ലാഹുവിലേക്ക് എല്ലാ ഖാത്തിറും അവനിലേക്ക് തന്നെ നേരിടുക. തൗഹീദു കുല്ലു ഖാത്തിറിൻ യുശീറു ഐ ഇശാറത്തു കുല്ലു ഖാത്തിറിൻ തവജ്ജുഹു ഇലല്ലാഹ്, ഖൗല് കൊണ്ടായാലും അമല് കൊണ്ടായാലും ഇഅ്തിഖാദ് കൊണ്ടായാലും
നേരത്തെയൊക്കെ പറഞ്ഞതിന് ശക്തിപ്പെടുത്തുന്ന ഇബാറത്തുകളാണ് ആ പറഞ്ഞതല്ല. وأخبرنا الشيخ أبو عبد الرحمن السلمي رحمه الله قال سمعت عبد الواحد بن بكر يقول سمعت هلال بن أحمد يقول سئل أبو علي الروضاباري عن التوحيد رضي الله عنه وعنه فقال التوحيد استقامة القلب بإثبات مفارقة التعطيل وإنكار التشبيه والتوحيد كل في كلمة واحدة. തൗഹീദ് എന്ന് പറഞ്ഞാൽ കൽബിനെ ചൊവ്വാക്കി നിർത്തൽ തന്നെ, മുടക്കാക്കുന്ന സംഗതികളെയൊക്കെ കൽബിൽ നിന്നും എടുത്തു കളയുക. ബിഇസ്ബാത്തി മുഫാറഖത്തി തഅ്തീൽ എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുക, മുടക്കാക്കുക, അതിനെല്ലാം എന്ത് ചെയ്യാം, അതങ്ങനെ തശ്ബീഹിനെല്ലാം നിഷേധിക്കുക. ഇസ്തിഖാമത്തുൽ ഖൽബി, ഖൽബിന് സ്ഥിരത നൽകുക. എന്തുകൊണ്ട്? ബിഇസ്ബാത്തി മുഫാറഖത്തി തഅ്തീലിനെ വിട്ടുപിരിയുക എന്നതിനെ സ്ഥിരീകരിക്കുക ഖൽബിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത് ചെയ്യാവൂ, ഇന്നത് ചെയ്തുകൂടാ എന്നൊന്നും പറയണ്ട നമുക്ക്. യഫ്അലു മാ യശാഉ, അവൻ ഉദ്ദേശിച്ചൊക്കെ അവൻ ചെയ്യും, അല്ലാതെ അവൻ ഇന്നത് ചെയ്തുകൂടാ എന്ന് നമ്മൾ മുടക്കാക്കണ്ട. അതങ്ങനെ അള്ളാഹുവിനെ മറ്റൊന്നിനോട് തശ്ബീഹാക്കാനും പറ്റില്ല. തൗഹീദു ഫി കലിമത്തിൻ വാഹിദ, തൗഹീദിനെ ഒരു വചനത്തിൽ ഒതുക്കാൻ പറ്റും നമുക്ക്. എങ്ങനെയത്? കുല്ലു മാ സവ്വറഹുൽ ഔഹാമു വൽ അഫ്കാറു, ചിന്തകളും ഊഹാഭോഗങ്ങളും ഏതൊന്നിനെ രൂപപ്പെടുത്തുന്നു അങ്ങനത്തൊന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു ജല്ല വഅസ്സയായ തമ്പുരാൻ ബിഖിലാഫിഹി അതിനെതിരാകുന്നു. കാരണം എന്താ? അല്ലാഹു തആല എന്ന് പറഞ്ഞ ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെപ്പോലെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞല്ലോ. അവന് നമ്മളെ എങ്ങനെ തസവ്വുറാക്കിയാലും എങ്ങനെ നമ്മളെ വഹമിൽ ഊഹാഭോഗത്തിൽ കൊണ്ടുവന്നാലും അതല്ലാത്ത ഒന്നാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിനകത്ത് ഒതുക്കാൻ പറ്റും, ഒറ്റ കലിമത്തിൽ ഒതുക്കാൻ പറ്റും തൗഹീദ് എന്നുള്ളത്. ഏതാണത്? കുല്ലുമാ സവ്വറഹുൽ ഔഹാമു വൽ അഫ്കാറു, വഹ്മുകളും ഊഹാഭോഗങ്ങളും വല്ലഫ്കാറു ചിന്തകളും ആ ഒന്നിനെ രൂപപ്പെടുത്തുന്നു അങ്ങനത്തെ ഒന്നാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നത് ബിഖിലാഫി അതിനെതിരാകുന്നു. കാരണം അല്ലാഹു തആല പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെപ്പോലെ ഒരു സംഗതികളും ഇല്ല. ഹുവ അസ്സമീഉൽ അലീം. പിന്നെ